ഭാര്യ ചുംബിക്കണം എവിടെ വെച്ച്? ഇനി കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു വിദ്വാൻ പ്രസംഗിക്കണം, അത്ഭുതപ്പെട്ടു പോയി. എന്താ അയാളുടെ പ്രസംഗം എന്നറിയോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ, അതായത് ഈ ചുംബന സമരത്തെ ഞാൻ അനുകൂലിക്കുന്നു, ചുംബിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. എന്നിട്ട് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സദസ്സിനെ ചിരിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞാൽ തരും, നിങ്ങളും ഞാനും ഒക്കെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹത്തിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലേ, അച്ഛനും അമ്മയും സ്നേഹിച്ചോണ്ടല്ലേ. ഞാൻ അയാളോട് ചോദിച്ച, അല്ല ശരി സമ്മതിച്ചു, ആ അച്ഛനും അമ്മയുള്ള ആ സ്നേഹം ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നോട്ടീസ് ഒക്കെ ഇറക്കിയിട്ട്, ദാ ഇന്നത്തെ നാട്ടിലെ ഇന്ന ആള് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഓലൊരു പ്രകടനം ഉണ്ടാവും, ഇന്ന് ഫസ്റ്റ് നൈറ്റില് മൈതാനത്ത് വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാവും? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കേ. അപ്പൊ മനുഷ്യനെ എങ്ങോട്ടാ നയിക്കുന്നത്? ഇത് സംസ്കാരമല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകം. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനം. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കരുത്, ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കരുത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസംഗം നടക്കുമ്പോൾ മുസ്ലിങ്ങളാൽ തന്നെ കല്ലേറും കൂക്കൂ. ഞങ്ങൾ എറിയാറില്ലല്ലോ, ഞങ്ങൾ തിരിച്ചെറിയാറില്ല, ഞങ്ങൾ അവരെ സ്റ്റേജ് കയ്യാറില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും, സാർ ഇന്ന് പോലീസ് സ്റ്റേഷൻ നൽകിയ പെർമിഷൻ അനുസരിച്ച് ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് പരിപാടി നടക്കുന്നിടത്ത് ഇന്ന ആളുകൾ കല്ലെറിഞ്ഞു, അതുകൊണ്ട് കേസെടുക്കണം. എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്, ഒരു നിയമമുണ്ട്, പോലീസുകാരുണ്ട്. അവരെ ചെന്ന് സമീപിച്ച്, സാർ ഞങ്ങൾക്ക് 9 മണി വരെ പെർമിഷൻ ഉണ്ടായിരുന്നു, 7 മണിയായപ്പോൾ ഈ നാട്ടിലെ കുറച്ച് ചട്ടമ്പികൾ വന്ന് പറഞ്ഞത് നിർത്തണം. സാർ അവരാണോ രാജ്യദ്രോഹികൾ, ഞങ്ങളാണോ? 9 മണി വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ നൽകിയ ഒന്നിനെ ഇവിടെ പറ്റില്ല എന്ന് പറയുന്നവൻ അവനാണോ രാജ്യദ്രോഹി, അവനാണോ ധിക്കാരി? ഇതൊക്കെ നമ്മൾ സത്യസന്ധമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ്, എന്തുകൊണ്ട് അച്ഛനമ്മമാരുടെ ബന്ധങ്ങളും മാതൃപിതൃ ബന്ധങ്ങളും മക്കളുടെ ബന്ധങ്ങളും ശിഥിലമാകുന്നു എന്ന് ആധ്യാത്മിക പ്രഭാഷണത്തിൽ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായി വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്ന അച്ഛൻ അമ്മ. അപ്പൊ പ്രവാചക തിരുമേനിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ അമ്മയോടാണ്. സുമ്മമൻ, പിന്നെ ആരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെ. സുമ്മമൻ, പിന്നെ ആരോടാ? അപ്പോഴും പറഞ്ഞു അമ്മ. 3 തവണ പറഞ്ഞു അമ്മ. അപ്പൊ സ്വർണ്ണ മെഡല് അമ്മക്ക്, വെള്ളി മെഡലും അമ്മക്ക്, വെങ്കലവും അമ്മക്ക്, പ്രോത്സാഹന സമ്മാനം മാത്രം അച്ഛന്. അമ്മയുടെ സ്ഥാനം. ഈ അവസ്ഥ അറിയണമെങ്കിൽ അമ്മയുടെ പ്രസവ കാലഘട്ടവും ഗർഭകാലഘട്ടവും മാത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് ആക്സിഡന്റ് പറ്റി കിടന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നു, എനിക്ക് 1 മണിക്കൂറേ അവന്റെ അടുത്ത് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ അമ്മ 8 ദിവസമായ അവന്റെ കൂടെ. ആ അമ്മ എഴുന്നേക്കോടുന്ന് ഒന്ന് കാട്ടിക്കാനും മൂത്രിക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ ചിലപ്പോൾ എഴുന്നേറ്റോളുന്നില്ല. എന്റെ മോൻ, ലോകത്ത് എന്റെ ഉമ്മാക്ക് 7 മക്കളാണ്, ഇതിൽ 3ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് 5 പെൺകുട്ടികൾ ഇപ്പം ഉണ്ട്. നടുറോട്ടിൽ വെച്ച് ഒരു മകനെ എന്റെ കൈകളിൽ കിട്ടുകയും ചെയ്തു. സുഹൃത്തുക്കളെ, 6 കഴിഞ്ഞ് 7ാമത്തെ ഒരു കുഞ്ഞിന്റെ വരവിലുമാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു പെണ്ണിന്റെ ഗർഭകാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഹിനൻ അലാ വഹിനിൻ, അമ്മ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചു മോനെ. മാധവ സുരേന്ദ്ര, ഞാൻ പറഞ്ഞില്ല, അറുവകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു ചെറിയ പയ്യൻ, ഒരു +2 വിദ്യാർത്ഥി, അവൻ എന്നെ വിടാതെ കൂടി. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ എന്റെ അമ്മയോട് എന്താ ചെയ്യേണ്ടത്, അമ്മയോട് എന്താ പറയേണ്ടത് എന്ന്. പ്രവാചക തിരുമേനിയുടെ ഒരു വാചകം എന്താ അറിയുന്നത്? റിലല്ലാഹു ഫീ റിലൽ വാലിദൈനി വസഖ്തുല്ലാഹു ഫീ സഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ദൈവത്തിന്റെ തൃപ്തി. ഒരമ്മ തൃപ്തിപ്പെട്ടാൽ ദൈവം തൃപ്തിപ്പെട്ടു, അച്ഛൻ തൃപ്തിപ്പെട്ടാൽ ദൈവം തൃപ്തിപ്പെട്ടു. അച്ഛനമ്മമാരുടെ തൃപ്തിക്ക് വേണ്ടി വളരാൻ ഈ സമൂഹത്തെ മതം പാകപ്പെടുത്തി. ഇനി ഞാൻ മനസ്സ് തെറ്റെന്ന് പറഞ്ഞോട്ടെ, മലപ്പുറം ജില്ല എന്നും വിമർശിക്കപ്പെട്ട ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഏറ്റവും കുറവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ കൃത്യമായ കണക്കാണ് പറയും. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഏറ്റവും കുറഞ്ഞു? വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയെ പ്രായാധിക്യം സഹിക്കവയ്യാതെ വരുമ്പോ മക്കൾ ഉപേക്ഷിച്ചു കൊണ്ടാക്കുന്ന സ്ഥലം, അച്ഛനെയും അമ്മയെയും ഉമ്മയെയും ബാപ്പയെയും കൊണ്ടുപോക്കാവുന്ന സ്ഥലം. മലപ്പുറം ജില്ലയിൽ അത് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആൻ മാതൃത്വ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. അച്ഛനോടും അമ്മയോടും
എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ചേ തള്ളേ, ചേ തന്തേ എന്ന വാക്ക് ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. ഖുർആനിലെ 17-ാം അധ്യായം 23-ാമത്തെ വചനം. അവരോട് ഏറ്റവും മാന്യമായ വാക്ക്. എന്നിട്ട് ഖുർആൻ ഉപയോഗിച്ച പദം എന്തറിയോ? തള്ളപ്പക്ഷികൾ അതിന്റെ കുഞ്ഞിനെ ചിറകിൽ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും നിങ്ങൾ സംരക്ഷിക്കണം. സഹോദര, ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗത്തിന് ഈ ഹജ്ജിന്റെ സമയത്ത് കാബൻ തവാഫ് ചെയ്യും, പ്രദക്ഷിണം ചെയ്യും. അപ്പൊ ഒരു പ്രവാചകൻ അനുചരൻ ചോദിച്ചു, ഞാൻ എന്റെ അമ്മയെ എന്റെ ഷോൾഡറിൽ ഇരുത്തിയിട്ട് ഇതിലെങ്ങനെ ചുറ്റിയാൽ എന്റെ അമ്മയോടുള്ള ബാധ്യത തീരുമെന്ന്. 1000 തവണ ചുറ്റിയാലും നിന്റെ അമ്മയോടുള്ള ബാധ്യതക്ക് പകരമാകൂല എന്നാണ്. അത്ര വലിയ സ്ഥാനമുണ്ട് ഉമ്മ, അമ്മ എന്നതിന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ താമസിച്ച ഒരാളാണ്. ഈ 6 മാസം മുമ്പ് വരെ ആ നല്ല വീട്, സ്വന്തമായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ വീടൊക്കെ ഉപേക്ഷിച്ച് എന്നെ എന്റെ തറവാട്ടിലേക്ക് മടങ്ങാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചത് എന്റെ ഉമ്മയും എന്റെ ഉപ്പയുമാണ്. അവരുടെ പ്രായാധിക്യം. ഇതാണ് മതം. ആ മതം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. മതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പെണ്ണിനെ സംരക്ഷിക്കാൻ, പെണ്ണിനെ ആദരിക്കാൻ, പെണ്ണിനെ ബഹുമാനിക്കാൻ. മാതൃത്വത്തിന്റെ കാൽപാദത്തിനടിയിലാണോ നിന്റെ സ്വർഗം എന്ന് പഠിപ്പിക്കാൻ. ഉമ്മയുടെ കോപം, ഉപ്പാന്റെ കോപം ജീവിതത്തിൽ ഒരിക്കലും മക്കളെ നിങ്ങൾക്കുണ്ടാകരുത് എന്ന്. പിന്നെ പറഞ്ഞു മക്കൾക്ക് നല്ല പേരിടണമെന്ന് പറഞ്ഞു, മക്കൾക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് എന്താ നമ്മുടെ ബന്ധം? ശിഥിലമായി കൊണ്ടേ പോകുന്നു. സംശയമില്ല സുഹൃത്തുക്കളെ, വമ്പിച്ച ശിഥിലീകരണം മതരംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശിഥിലീകരണത്തിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം. സിനിമയും സീരിയലും മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ, പ്രയാസങ്ങൾ അത് ശരിക്കും വിലയിരുത്തി എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഞാനും നിങ്ങളും, ഞങ്ങളിപ്പോ എല്ലാ വീട്ടിലും കയറിയിട്ട് ജനങ്ങളോട് പറയാറുണ്ട്. എല്ലാ വീട്ടിലും ഞങ്ങളുടെ ഒരു പദ്ധതി ഇതാണ്. എല്ലാ വീട്ടിലും കയറി യഥാർത്ഥ മതം ജനങ്ങളോട് പറയാം. ഇതിന്റെ പേരിൽ കലാപമില്ല, തല്ലില്ല, ഒന്നുമില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏകദൈവ ആരാധനയിലൂടെ മോക്ഷമുള്ളൂ എന്നാണ് മതം. മരണത്തിന് ശേഷം ഒരു ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്താ? ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്റെ പേര്, എന്റെ വീട്ടു പേരോട് കൂടിയാണ് എല്ലാ കടലാസുകളിലും ഉള്ളത്. അത് എന്റെ വിളിപ്പേരുമായി മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അതിലുള്ളത്. അത് മാറ്റാൻ, അതൊരൊറ്റ സംഗതി മാറ്റാൻ, ഇതൊരാള് തന്നെ എന്ന് തെളിയിക്കാൻ 5 സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വന്നു എനിക്ക്. എത്ര ദിവസത്തെ അധ്വാനം! ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ, ഒരു ID കാർഡ് ഉണ്ടാക്കാൻ, ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കാൻ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. മനുഷ്യന് എത്ര പ്രയാസം! ഈ രാജ്യത്ത് ജനിച്ച് ഞാൻ ഈ വില്ലേജിലാണ്, ഈ പഞ്ചായത്തിലാണ്, ഈ രാജ്യത്തിലാണ് എന്ന് എനിക്കൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ, ഒരു പാസ്പോർട്ട്, അതുപോലെ എന്തും കടലാസ് കൊണ്ട് രേഖകളിൽ ഒരക്ഷരം തെറ്റിയാൽ ആ വ്യക്തിയെ പിന്നെ അംഗീകരിക്കാത്ത അവസ്ഥ. ഇവിടെ ജനിച്ച മനുഷ്യനെ. എന്നാൽ 500-ലധികം ദേശാന്തര പക്ഷികൾ ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ? ഐഡന്റി കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഉണ്ടോ? എങ്കിൽ ഞങ്ങളോട് മനസ്സ് തട്ടി ചോദിക്കാൻ, ആ പക്ഷി മൃഗങ്ങൾ മരിച്ചാലും മനുഷ്യൻ മരിച്ചാലും ഒന്ന് തന്നെയാണോ? നായ ചാകണ പോലെ മനുഷ്യനും ചാവും, ഓനെ മണ്ണിൽ വെട്ടിയിടുക. നീതി ചരിത്രമായി എന്നാണ് VR കൃഷ്ണയ്യരെ കുറിച്ച് പത്രം എഴുതി. ഈ VR കൃഷ്ണയ്യർ എന്ന നീതിക്ക് വേണ്ടി പടപൊരുതി അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിന് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു? 1000 പേരെ കൊന്ന കുറ്റവാളിയെ ഇന്ത്യൻ ഭരണഘടനക്ക്, ലോകത്തിലെ കോടതികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ? ഒരമ്മക്ക് 5 മക്കളുണ്ട്. എന്റെ അനുഭവം പറയും. 5 മക്കളുണ്ടായി. 4 മക്കൾ അമ്മയെ നിരന്തരമായി ഉപദ്രവിച്ചു. ഒരു മകൻ അമ്മയെ സംരക്ഷിച്ചു. ആ 5 മക്കളും ഒന്നിച്ചുള്ള ഒരു ഉല്ലാസയാത്രയിൽ മരിച്ചു. ഞാൻ ചോദിക്കുന്നു, അമ്മയുടെ സ്വത്ത് കവർന്ന് അമ്മയെ പീഡിപ്പിച്ച 4 മക്കളും അമ്മയെ സംരക്ഷിച്ച 5-മനും ഒന്നിച്ച് മരിച്ചാൽ ഇവർ 2 പേരും തുല്യമാണോ? നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും സമാകിയേ. എന്തൊരു വിധിയങ്ങളാ പറയുന്നത്! അണുമണിത്തൂക്കം നന്മ ചെയ്താൽ ദൈവം പ്രതിഫലം തരും. ഇനി ഇവിടെ ഞാൻ വെറും ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലുണ്ടായ, നിങ്ങൾക്കറിയാലോ, ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ മലപ്പുറം ജില്ലയിൽ ഡൈവേഴ്സ് ചെയ്തു. ഒരു ഭർത്താവ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റും ആ പെൺകുട്ടി ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ ഭർത്താവ്, നീ ആ ഫോണിൽ സംസാരിച്ച വേറൊരുത്തനോട് എനിക്ക് ഉറപ്പാണ്, അന്ന് തുടങ്ങും കലാപം. ആ സാധു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. കാരണം ഫോൺ നമ്പർ എടുത്തു നോക്കിയപ്പോൾ ഒരുത്തന്റെ പേരുണ്ട്, ഓൻ വിളിച്ചിട്ടുമുണ്ട്. അതെന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആ
വീട്ടിലൊരു കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാ വിളിച്ച്. പക്ഷെ ഭർത്താവിന് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഡിവോഴ്സ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ. ഈ പെണ്ണിന്റെ നിരപരാധിത്വ ലോകത്ത് തെളിയിക്കപ്പെട്ടില്ല. എല്ലാവരും അതൊക്കെ ഉണ്ടാവുക ഇന്നത്തെ കാലല്ലേ എന്ന ആളുകളും പറഞ്ഞു. ഈ പെണ്ണിന്റെ നിരപരാധിത്വം ഏത് കോടതിയിൽ തെളിയിക്കും? വിശുദ്ധ ഖുർആനിലെ 2000 ആയത്ത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമൻ പറഞ്ഞത്, ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതത്തെ സ്വപ്നം കാണാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യരെയല്ല ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ. നിങ്ങൾ നോക്ക്, വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത, മദ്യപാനികളില്ലാത്ത ഒരു രാജ്യം ഭരിച്ചു ആർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയണം. മുഹമ്മദ് നബി വന്ന മക്ക. നമ്മളൊക്കെ മദ്യപാനികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സ് തട്ടിച്ചു വയ്ക്കും. ഞങ്ങളുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, പട്ടാമ്പി, കൊണ്ടോട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ നേർച്ച നടത്തുന്നു. നേർച്ച ഉറൂസ് കേട്ടിട്ടുണ്ടാവും. അത് ഇസ്ലാമികല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഉത്സവം നടക്കുന്ന ഒരു നാട് നിങ്ങൾ ശരിക്കും മനസ്സിൽ വെച്ചോ. പട്ടാമ്പി ആയിക്കോട്ടെ, അല്ലെ കൊണ്ടോട്ടി ആയിക്കോട്ടെ, അവിടെ ഈ നേർച്ച നടക്കുന്ന ദിവസം എല്ലാ തിന്മകളും ഉണ്ടാവും. അവിടെ മയക്കുമരുന്ന് വെക്കും, കഞ്ചാവ് വെക്കും, കിലുക്കിക്കുത്തുണ്ടാവും. എല്ലാ തിന്മകളും, ആണും പെണ്ണും ഇടചേർന്ന് ആരാരെ തൊടുന്നു പിടിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഒരു മതത്തിന്റെ ചടങ്ങ് അവസാനിക്കുമ്പോൾ മനുഷ്യർ നന്നാകണോ വേണ്ട, കേടുകയാണോ വേണ്ട? നന്നാവല്ലേ വേണ്ട? നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു വിചാരിച്ചോ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള മനുഷ്യർക്കൊക്കെ ധാർമ്മികമായൊരു ഉണർച്ചയാണോ അതുകൊണ്ട് ഉണ്ടാവേണ്ടത്? അല്ല, അന്ന് ഇവിടുത്തെ പരിസരത്തെ മദ്യഷാപ്പിൽ 30 ലക്ഷത്തിന്റെ കള്ളു വിളമ്പുണ്ടെങ്കിൽ എവിടെയാ നമുക്ക് തെറ്റുപറ്റി പോയത്? മത സമൂഹമേ, എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്? മദ്യപാനി പതിതനാണെന്ന് വേദം പറയുന്നു. മദ്യപാനി പതിതനാണ്. അതിന്റെ വേദഗ്രന്ഥത്തിലുള്ള എത്രത്തോളം നേരം ഋഗ്വേദത്തിലൊരു പരിഹാസമുണ്ട്. ഋഗ്വേദത്തിൽ ഏറ്റവും വലിയ പരിഹാസം, മദ്യപിച്ച് കിടക്കുന്ന ബ്രാഹ്മണനെ ഋഗ്വേദത്തിലൊരു പരിഹാസം എന്താ പറയുക? മദ്യപിച്ചിട്ട് പിന്നെ ഒരു ഏമ്പക്കെടുമല്ലോ, ആ ഏമ്പക്കത്തെ പറ്റി പറയണം, പാടത്തെ തവള കരിയണ പോലെയാണ്. ഋഗ്വേദത്തിലുള്ളതാണ്, ഋഗ്വേദത്തിലുള്ളതാണ്. മദ്യപാനിയോട് മറ്റൊരിക്കൽ പറയണത്, മീശയിലെ മദ്യം തുടക്കാൻ മറക്കേണ്ടതില്ല. പരിഹാസമാണ്. എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ ശബ്ദിക്കുന്നു. ശരി, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കണില്ല? നമ്മുടെ സമൂഹമേ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമൂഹമേ, മദ്യഷാപ്പ് മനുഷ്യന് നന്മ നൽകിയോ? സ്വന്തം അച്ഛനമ്മമാർ നമ്മളെ വെറുത്തു, നാട്ടുകാർ നമ്മളെ വെറുത്തു, ഭാര്യക്ക് പേടിയാണ്, ഭർത്താവ് കയറി വരുമ്പോൾ തന്നെ ഓടി ഒളിക്കുകയാണ്, അമ്മക്ക് പേടിയാണ്. ഈ തിന്മകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നില്ല എന്ന് ഗൗരവമായി ആലോചിക്കുക. ഗൗരവമായി നമ്മൾ ആലോചിച്ച് മദ്യത്തെക്കുറിച്ച് ചിന്തിച്ച്, ഈ മദ്യത്തിന്റെ കരോളാസ്തങ്ങളിൽ നിന്നൊരു ജനതയെ ലോക ചരിത്രത്തിൽ നിങ്ങൾക്കറിയോ, അറേബ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റ ഖുർആനിന്റെ വചനം ഓതി കൊടുത്തു. അതോടുകൂടി എല്ലാവരും മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തെ അവർ അത്ര പേടിച്ചു. അലം യഅലം ബി അന്നല്ലാഹ യറാ, ഞങ്ങളെ സദാ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മദ്യപിക്കില്ല, അതുകൊണ്ട് വ്യഭിചരിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ അനാവശ്യങ്ങളിൽ ഏർപ്പെടില്ല, പലിശക്ക് വാങ്ങില്ല, അന്യായമായി കൊല്ലുകയില്ല. ഒരാളെയും, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഒരാളെയും അന്യായമായി കൊല്ല. ഒരു കത്തി ചൂണ്ടാൻ പോലും ഇസ്ലാം പാടില്ല. പ്രവാചകൻ പറഞ്ഞത്, കത്തി ചൂണ്ടുന്നവൻ ആകാശത്തിന്റെ പട്ടാളം അവനെ ശപിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതം കലാപമല്ല, മതം കാലുഷ്യമല്ല. ഞാൻ ആദ്യത്തെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള മതം വിശ്വസിച്ചുകൊണ്ട് തന്നെ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയാണ്, സൂര്യന്റെ മതം ഇസ്ലാമാണ്, ചന്ദ്രന്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. ആരോടുള്ള സമർപ്പണം? സമാധാനം എന്നാണ് ആ പദം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങി? ഇവിടെ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ, അതാണ് ആ പ്രാർത്ഥന. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും, അതല്ലേ ലോകത്തെ ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അച്ഛൻ മരിച്ച ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെന്നിട്ട് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നേരെ മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എന്താ? ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിനക്ക് ഉണ്ടാവട്ടെ. അതാണ് ഇസ്ലാം പറഞ്ഞു. തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ അവന് നീ കൂലി കൂട്ടി കൊടുക്കണം. ഭാരിച്ച ജോലി ചെയ്താൽ നീ അവനെ സഹായിക്കണം. തൊഴിലാളിയോട് പറഞ്ഞു, മുതലാളിയെ ഒരിക്കലും ചതിക്കരുത്, വഞ്ചിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തെയാണ് സൃഷ്ടിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചു നോക്ക്.
ഒരു ടൂ വീലറുമായി പോകുന്ന ഒരു സഹോദരനെ കണ്ടാൽ നിർത്തി അവൻ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അവനെ കയറ്റി കൊണ്ടുപോകണം എന്ന് മതം മനുഷ്യരെ പഠിപ്പിക്കുന്നു. വലത് കൈകൊണ്ട് കുടിക്കണം, വായിലൂടെ അല്പാൽപമായി കുടിക്കുകയും തിന്നുകയും വേണം. അമിതമായി ഭോജനം നടത്തരുത്, അമിതാഹാരം ആപത്താണ് എന്ന് മതം പഠിപ്പിച്ചു. സുഖലോലുപത, പാവപ്പെട്ടവരെ കാണാത്ത സുഖലോലുപത, കഷ്ടപ്പെടുന്നവരെ കാണാത്ത സുഖലോലുപത. മുസ്ലിങ്ങൾ ഗൾഫ് രാജ്യത്ത് പോകുന്നു, സമ്പത്തുണ്ടാക്കുന്നു, പാവപ്പെട്ടവർക്കെല്ലാം വീതിച്ചു കൊടുക്കാൻ. എത്രത്തോളം എന്ന് പറഞ്ഞൊരു മുസ്ലിമിന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ അയൽവാസി നോക്കി നിന്നാൽ അതിൽ നിന്നൊരു വിഹിതം അവന് കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹ്, ദൈവം നിങ്ങൾക്ക് നിഷിദ്ധാക്കിയിട്ടില്ല. മതത്തിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അമുസ്ലിങ്ങളോട് നിങ്ങൾ നീതി കാണിക്കണം, അവരോട് നിങ്ങൾ ഏറ്റവും സ്നേഹത്തിൽ കഴിയണം എന്ന് പ്രവാചക തിരുമേനി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. റഹമോ മൻ ഫിൽ അർളി റഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കാനാണ് മനുഷ്യരെ പഠിപ്പിച്ചത്. അതിന് മതം തടസ്സമല്ല എന്ന് നിങ്ങളോട് പറയും. പ്രവാചക തിരുമേനിയുടെ മദീനയിലേക്കുള്ള യാത്ര ഒരു അമുസ്ലിം സഹോദരനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയത്. നല്ല സ്നേഹത്തിലായിരുന്നു അവർ കഴിഞ്ഞത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ സംസാരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പോയിന്റുകളെ ചുരുക്കി ഇങ്ങനെ പറയും. ഒന്ന്, നാം ആരും വ്യത്യസ്ത അച്ഛനമ്മമാരുടെ മക്കളല്ല. നാം ആരും ശ്രേഷ്ഠർ നികൃഷ്ടർ എന്ന് പറയേണ്ടവരല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്, മനുഷ്യത്വമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. വർഗീയത, ജാതീയത, വിഭാഗീയത, അസ്പർശ്യത, അസഹിഷ്ണുത ഒന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഏത് മതം വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവൻ അവന്റെ മതവും വിശ്വാസവും ആചരിക്കാൻ അവസരം വകവെച്ചു കൊടുക്കുന്നതിനാണ് മൈത്രി എന്ന് പറയുന്നത്. അന്യന്റെ മതം കടമെടുത്ത് സ്വന്തം മതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള വിശ്വസാഹോദര്യമാണ് സൗഹാർദ്ദം എന്നാ പറഞ്ഞത്. ഒരിക്കലും ഭീവണ്ടിയും മൊറാദാബാദും ജാംഷഡ്പൂരും ബാബരി പ്രശ്നവും താജും അബ്രോളും ഒണാട്ട് പ്ലേസും ഇറാഖും ചെച്നിയയും ബോസ്നിയയും ലബനാനും അതുപോലെ അങ്ങ് ജപ്പാനിന്റെ ഹിരോഷിമയും നാഗസാക്കിയും രണ്ട് ലോകമഹായുദ്ധങ്ങളും ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഉക്രൈൻ കർഷകരുടെ ദുരന്തവും ലോകത്ത് നടന്ന ഭോപ്പാൽ ദുരന്തം ഉൾപ്പെടെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശം വരെയുള്ള സാമ്രാജ്യ ശക്തികളുടെ കടന്നുകയറ്റം ഉൾപ്പെടെ യൗവനത്തെ ഹൈജാക്ക് ചെയ്ത് മയക്കുമരുന്നിനും മദ്യത്തിനും സിനിമയിലും ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന യുവാക്കളോട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ ഈ മണികണ്ഠമഠം ക്ഷേത്രത്തിന്റെ സകല പൈതൃകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മൈതാനത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, യുവാക്കളെ, ലോകത്തിന് ഉയർന്ന ശിരസോടെ തെളിഞ്ഞ അഭിമാനത്തോടെ രാജ്യസേവനം ചെയ്യേണ്ട പൗരന്മാരുണ്ടാകണം. പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, വിലപ്പെട്ട സമയം അനാവശ്യമായി കളഞ്ഞു കുളിക്കാത്ത, രാജ്യദ്രോഹികളല്ലാത്ത, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന, സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി നിലനിൽക്കുന്ന, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾ ഒന്നാണ്. ലോകത്തിന്റെ പൈതൃകത്തിൽ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാടാണ് ഞങ്ങളുടെ നാട്. അത് നിലനിർത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതം ഈ ലോക ജീവിതത്തോടുകൂടി അവസാനിക്കുകയില്ല, മറിച്ച് ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഇമാനുവൽ കാന്റിനെ പോലെ വി ആർ കൃഷ്ണയ്യർക്ക് മരണാനന്തരം എന്ന പുസ്തകമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതാധ്യാപനങ്ങൾ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പല വേദങ്ങളിൽ നിന്നും പല വാചകങ്ങളും ഞാൻ ഉദ്ധരിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനോ, ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധമേന്തി കൊല്ലലാണെന്നോ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചിട്ടില്ല. ഈ താടി പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. നരയാണിയുടെ മേലെ തുണി ഉടുത്തത് പ്രവാചകന്റെ മാതൃകയുടെ ഭാഗമാണ്. ആരെയും എതിർക്കാനല്ല, ആരോടും ശണ്ട കൂടാനല്ല, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പഠിക്കാൻ, നല്ലതിനു വേണ്ടി നിലനിൽക്കാൻ നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം
യുവാക്കളെ, ഇനി ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി കളവ് പറയില്ല, ഇനി എനിക്ക് മദ്യം ആവശ്യമില്ല. എന്റെ കരളിനെ, എന്റെ ഹൃദയത്തെ ശാമ്പലാക്കുന്ന ഒരു മൃഗം പോലും ലോകത്ത് മദ്യപിക്കുന്നില്ല. നായ മദ്യപിച്ച് അതിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാതെ പോകുന്നില്ല. അതിന്റെ കരൾ, അതിന്റെ ലിവർ അതൊരിക്കലും നശിപ്പിക്കുന്നില്ല. അതിന്റെ ഹാർട്ട് നശിക്കുന്നില്ല. പുകവലിക്കരുതേ, മദ്യപിക്കരുതേ, കഞ്ചാവ് ഉപയോഗിക്കരുതേ, പ്രത്യടിന് ഉപയോഗിക്കരുത്, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കരുത്. അച്ഛനെയും അമ്മയെയും ആദരിക്കണമേ, നാടിനെ ആദരിക്കണമേ, സമൂഹത്തെ ഒന്നാക്കി പിടിക്കണമേ, അയൽപ്പക്ക ബന്ധത്തിന്റെ മഹനീയത ഊട്ടി ഉറപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നാം തിരിച്ചറിയണമേ. മനുഷ്യജീവിതം മണ്ണായി തീരും എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ ദൈവം തമ്പുരാൻ മരിച്ചതിനു ശേഷം കർമ്മത്തിന്റെ ഫലം, ആണിന് ഓപ്പോസിറ്റായി പെണ്ണ്, രാവിലെ പകല് എല്ലാം ഉള്ള പോലെ ഇഹലോകം, ഒരു പരലോകം അതുണ്ട്. ഈ മരണത്തോടുകൂടി ഇത് അവസാനിക്കില്ല. മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾ വരും. അവിടെ നിങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യും എന്ന് മനുഷ്യരെ ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വേദഗ്രന്ഥങ്ങളും എല്ലാം പഠിപ്പിക്കുന്നു. ആ വേദഗ്രന്ഥം എന്തെന്നും മതതാരതമ്യ പഠനത്തിലൂടെ, കമ്പാരിറ്റീവ് റിലീജിയനിലൂടെ നമ്മൾ മതത്തെ അറിയുക, മതത്തെ പഠിക്കുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള എന്റെ പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങൾക്ക് പലയിടത്തും കിട്ടും. നിങ്ങൾ കേൾക്കണം. അതിൽ സ്വാമിജിമാരുണ്ട്, അതിൽ പള്ളിയിലച്ചന്മാരുണ്ട്, അതിൽ സാംസ്കാരിക നായകന്മാരുണ്ട്, അതിൽ CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, ലീഗ് ഉണ്ട്, ജനതാദൾ ഉണ്ട്, RSS ഉണ്ട്, ശിവസേനയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും എന്റേത് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന ചിന്തയിൽ നിന്ന് വിട്ട് എല്ലാം നിലനിൽക്കട്ടെ, എന്റേത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് നിലനിൽക്കാൻ അവകാശം വകവെച്ചു കൊടുത്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മഹാസദസ്സിൽ ഇത്രയേറെ സന്ദർഭം എന്നെ കാതോർത്ത മുഴുവൻ ആളുകൾക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകട്ടെ. അല്ലാഹുവേ, ഒരടിമ എന്ന നിലയിൽ എന്റെ എന്തെങ്കിലും അപാകത എന്റെ വാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അതെന്റെ അപാകതയാണ്, നിന്റെ മതത്തിന്റെ ഭാഗതയല്ല. അല്ലാഹുവേ, ഈ ജനസമൂഹത്തിന് ഏകദൈവത്വത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക ഞാൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നീ സാക്ഷിയാണ്. ഒരിക്കലും മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെക്കുകയും പുറത്തു പുറന്നു പറയുകയും ചെയ്യുക എന്ന കപടന്മാരുടെ മുഖം എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. പടച്ചവനെ, അല്ലാഹുവേ, സമൂഹത്തിന് നന്മ നൽകുന്ന മാനവ സമൂഹത്തിന്റെ സിദ്ധാവ്, ലോകത്തിന്റെ നാഥൻ, ആ നാഥന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം കൊണ്ട് നമ്മൾ ഇനിയുള്ള ജീവിതത്തെ ചിന്തിച്ചും പഠിച്ചും ആലോചിച്ചും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടോ എന്ന് നഖശികാന്തമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞങ്ങളിവിടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഉന്നതമായ ഒരു പ്രബോധന സംരംഭം ഇതാണ്. എല്ലാ മതക്കാരെയും ക്ഷണിച്ച് എല്ലാ മതക്കാരുടെ വീട്ടിലും ചെന്ന് സ്നേഹത്തോടുകൂടി പരസ്പരം മതം പറഞ്ഞ് നമ്മൾ ശത്രുക്കളല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ മതം വിശ്വസിക്കുമ്പോഴും നിങ്ങൾക്കും എനിക്കും സ്നേഹിക്കാം, നമ്മൾ അകന്നു നിൽക്കേണ്ടവരല്ല എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു സമ്മേളന സംരംഭവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എനിക്ക് ഈ ക്ഷേത്രവും ഇത് ഉൾക്കൊള്ളുന്ന ആരാധനാ സംശയം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് നിങ്ങളുടെ മൈതാനിയിൽ ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി എന്നെ ക്ഷണിച്ചതിന് സർവശക്തനായ പടച്ചവനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിന്റെ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ ഒന്നിക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്വാമിജിയും പള്ളിയിലച്ഛനും എല്ലാവരുമുള്ള വേദിയിൽ പരസ്പരം തുറന്നു പറഞ്ഞും ചോദിച്ചും മനസ്സിലാക്കിയും ആശയം സ്ഫുടം ചെയ്തും കാര്യങ്ങൾ വിലയിരുത്തി ഇതൊക്കെ ഇങ്ങനെയാണല്ലേ, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല അല്ലേ, നമ്മൾ ഒന്നാകേണ്ടവരാണല്ലേ, നമ്മൾ ഐക്യപ്പെടേണ്ടവരാണല്ലേ, ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണല്ലേ, ജ്യേഷ്ഠാനുജന്മാരാണല്ലേ, എവിടെയാണ് നമുക്ക് ദുഃഖം, എവിടെയാണ് നമുക്ക് കുറ്റബോധം, എവിടെയാണ് നമ്മൾ നശിച്ചു പോയത്? വർഗീയതയും കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ഇനി മാറ്റിപ്പിടിക്കണം. സ്നേഹത്തിലും ഐക്യത്തിലും സൗഹൃദത്തിലും നമ്മൾ വിചാരിച്ചാൽ ഇതുണ്ടാവും. അതിന് മനസ്സ് വെക്കണം. ആരും നമ്മുടെ മനസ്സിൽ വിഷം കുത്തിക്കേറ്റരുത്. നമ്മൾ ആരും ശത്രുക്കളല്ല. നമുക്കൊക്കെ അപാകതകൾ ഉണ്ടാവാം, ന്യൂനതകൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ശത്രുക്കളല്ല. അറിഞ്ഞുകൊണ്ട് ആരും ആർക്കെതിരും ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്ന ചില ബാഹ്യശക്തികളുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിഞ്ഞ് ബോധത്തോടെ ഈ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന നല്ലൊരു ലോകത്തേക്കും സൗഹൃദത്തിലേക്കും ഇവിടെ സംഘടിപ്പിച്ചവരുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. നന്മ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.